മലയാളത്തിലെ ഒരു പ്രമുഖ നാടകകൃത്തായിരുന്നു CN ശ്രീകണ്ഠൻ നായർ. അദ്ദേഹമാണ് സാകേതവും കാഞ്ചനസീതയും ലങ്കാലക്ഷ്മിയും ഒക്കെ എഴുതിയത്. അവയോളം പ്രസിദ്ധമല്ല എങ്കിലും വളരെ ശ്രദ്ധേയമായ മറ്റൊരു നാടകമാണ് കലി. ഈ കലി നാടകരൂപത്തിൽ സംവിധാനം ചെയ്ത് പിൽക്കാലത്ത് വലിയ സിനിമാ സംവിധായകനായി പേരെടുത്ത അരവിന്ദനായിരുന്നു. ഒരു തവണയോ മറ്റോ ഇതാകെ അരങ്ങേറിയിട്ടുള്ളൂ. നാടകം ഗംഭീര വിജയമായെങ്കിലും പ്രേക്ഷകർ അമ്പെ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പുസ്തക രൂപത്തിൽ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. ഞാൻ ആലുവ UC കോളേജിൽ BA പഠിക്കുന്ന കാലത്തും മറ്റും വായിച്ചാണ്. ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഈ നാടകത്തെ ഓർക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രമേയം ഏതാണ്ട് ഈ രീതിയിലാണ്. ഒരാൾ സ്വയം ഒരു മിശിഹ പോലെ ആയി മാറുന്നു. അതോടൊപ്പം മനുഷ്യരെ തുല്യതയിൽ എത്തിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യ എന്ന് വിളിക്കാൻ തുടങ്ങും. അദ്ദേഹം കലി എന്ന് പറഞ്ഞ ഒരു പുതിയ അവതാരത്തെ പരിചയപ്പെടുത്തും. ഇവരുടെ പൂജാമന്ത്രം അല്ലെങ്കിൽ മുദ്രാവാക്യം ഏതാണ്ട് ഈ രീതിയിലാണ്: ഓം കലി ആവേ മറിയ ലാ ഇലാഹ സിന്ദാബാദ് സ്വാഹ. അപ്പോൾ എല്ലാവരും എൻ്റെ അത് ഉൾപ്പെട്ടു. ഓം കലി ആവേ മറിയ ലാ ഇലാഹ സിന്ദാബാദ് സ്വാഹ. ഈ നാടകത്തിൽ ഉടനീളം ഇതിങ്ങനെ ആവർത്തിച്ച് വരും എന്നാണ് എൻ്റെ ഓർമ്മ. ഇതിപ്പോൾ ഓർക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ അൻവർ സാഹിബിൻ്റെ ഇന്നലത്തെ ചന്തക്കുന്നിലെ മീറ്റിങ്ങിൻ്റെ അവസാനം അദ്ദേഹം ഈ മതേതരത്വം ഉറപ്പുവരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ സർവ്വമത സമഭാവനയിൽ വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവിടെ നടത്തിയ പ്രസംഗം, അതിൻ്റെ അവസാന ഭാഗം ഏതാണ്ട് ഈ രീതിയിലായിരുന്നു: ആകാശങ്ങളിലിരിക്കുന്ന ദൈവത്തിൻ്റെ സ്തുതി, ലാ ഇലാഹ ലാൽ സലാം ഓം ശാന്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് രാഷ്ട്രീയക്കാർ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന ഞൊട്ടുവിദ്യകളിൽ ചിലതാണ്. ഈ കാര്യത്തിലൊക്കെ അൻവർ വെറ്റിലടക്കം വച്ച് ശിഷ്യത്വം സ്വീകരിക്കേണ്ട വേറൊരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 3 മാസം ട്രെയിനിങ് നടത്തിയിരുന്നെങ്കിൽ അൻവറിന് ഇന്നലത്തെ പരിപാടി ഒന്നുകൂടി നന്നായിട്ട് നടത്താൻ പറ്റും. അൻവറിൻ്റെ ഇപ്പോഴത്തെ ഭയം എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ ഒരു മുസ്ലിം മത മൗലികവാദിയോ മത തീവ്രവാദിയോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം CPMകാർ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെയാണ് അതിന് തുടക്കം കുറിച്ചത്. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഒരു കയ്യാളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വക്താവോ പ്രയോക്താവോ ആണ് അൻവർ. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കേരള പോലീസും ADGPയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രി തന്നെയും പ്രവർത്തിക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഒരു ഈർഷ്യ കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു സർക്കാർ വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ, മാർക്സിസ്റ്റ് വിരുദ്ധ നിലപാടുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോൾ മുഖ്യനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അദ്ദേഹത്തിൻ്റെ സ്തുതികായരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്തക്കുന്ന് യോഗത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിഗംഭീരമായ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ചന്തക്കുന്നിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടുക്ക് അവരുടെ നേതാക്കന്മാരിങ്ങനെ നടന്ന് പ്രസംഗിക്കും. PV അൻവർ സ്വർണ്ണക്കടത്തുകാരുടെ ഒരു ഗുലാനാണ്, അല്ലെങ്കിൽ ഹവാലക്കാരുടെ ആളാണ്, അതുമല്ലെങ്കിൽ മതമൗലികവാദികളുടെ തീവ്രവാദികളുടെ ആളാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അൻവറിനെ ടാർണിഷ് ചെയ്യാം, അൻവറിൻ്റെ പ്രതിച്ഛായ തകർക്കാം, അദ്ദേഹത്തിൻ്റെ ദുഷ്പേരിന് കളങ്കം ചാർത്താം. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സാമുദായിക ധ്രുവീകരണം ഇപ്പം തന്നെ നല്ലോണം ഉണ്ട്. അത് CPMന് അനുകൂലമാക്കി തിരിക്കാം. ഈ മുസ്ലിം മതമൗലികവാദത്തെ എതിർക്കുന്നു എന്ന് വ്യാജേന ഹിന്ദുക്കളുടെയും അതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളുടെയും വോട്ട് തട്ടാനുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ തുറന്നെടുത്തത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഇത് സൂചിപ്പിച്ചു. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണമിടപാടുകളെ എതിർത്തതിലുള്ള എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്ര കിലോ സ്വർണ്ണമാണ് ആ വഴി വന്നത്, അതിൽ ഇത്ര കിലോ പിടിച്ചു, പിടിച്ചതിൽ ഇത്ര കിലോ മലപ്പുറം ജില്ലയിലാണ്. ഹവാല ഇത്ര കോടിയുടെ പിടിച്ചു, അത് ഇത്ര കോടി മലപ്പുറം ജില്ലയിലാണ്. വേറെ 13 ജില്ലയെക്കുറിച്ചും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പത്തനംതിട്ട ജില്ലയിൽ എത്ര പിടിച്ചു, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ എത്ര പിടിച്ചു, പോട്ടെ തിരുവനന്തപുരം ജില്ലയിൽ എത്ര പിടിച്ചു, അല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ട് വഴി വന്ന സ്വർണ്ണം എത്രയായിരുന്നു, നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി എത്രയായിരുന്നു, അതിൽ എറണാകുളം ജില്ലയിൽ എത്ര, തൃശ്ശൂർ ജില്ലയിൽ എത്ര എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് ആകെ വന്നിട്ട് പോയിട്ട് ഒറ്റയ്ക്കൊരു ജില്ലയെക്കുറിച്ച് മാത്രമേ ആകാംക്ഷയുള്ളൂ. അത് അൻവറിൻ്റെ ജന്മനാടായ മലപ്പുറം ജില്ലയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത്ര സതുദ്ദേശപ്രേരിതം നമുക്ക് പറയാൻ പറ്റില്ല. അതേ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖ സംഭാഷണത്തിൽ ഇത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയിൽ ശരീരത്തിനകത്ത് വെച്ച് സ്വർണ്ണം കടത്തുന്നത് ഇത്രയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇനി ഓം ശാന്തി ഓശാന കൊണ്ട് അൻവറിനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല.
അല്ലെങ്കിൽ ലാ ഇലാഹ സിന്ദാബാദ് കൊണ്ടു, ലാൽ സലാം സിന്ദാബാദ് കൊണ്ടു അൻവറിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നും അറിയില്ല. അൻവറിൻ്റെ കക്കാടം പൊയിലിലെ തടയണ പൊളിക്കാൻ ഉത്തരവായിട്ടുണ്ട്. അൻവറിനെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ എഴുതി കൊടുത്താൽ സകല ഉത്തരവാദിത്വം പോലീസുകാരെ ഏറ്റോളും, അവരന്വേഷിച്ചോളും. ഇത്ര നാൾ അൻവർ ഷാജൻ സ്കറിയക്കെതിരെ പരാതി കൊടുത്ത് ആ പോലീസുകാരെ ചിറ്റിക്കുകയാണ്. ഇനി ഷാജൻ സ്കറിയക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ അൻവറിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുത്താൽ മതി. പോലീസ് വളരെ പ്രോംപ്റ്റായിട്ട് അന്വേഷിക്കും. അന്വേഷിക്കുന്നത് മാത്രമല്ല, അതിൽ നടപടി ഉണ്ടാക്കും. യാതൊരു സംശയവും വേണ്ട. ADGP ആയിട്ട് അജിത് കുമാറിലുള്ളടത്തോളം കാലം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് സഖാവ് P ശശിയുള്ളിടത്തോളം കാലം, അതുമല്ലെങ്കിൽ കേരളത്തിൻ്റെ കാരണഭൂതനായിട്ട് അഖില കേരള ചക്രവർത്തിയായിട്ട് പിണറായി മഹാരാജാവ് ഉള്ളിടത്തോളം കാലം അൻവറിന് ഒരു കാരണവശാലും വിടുകയില്ല. അദ്ദേഹത്തെ ഏത് കേസിലാണെങ്കിലും പോലീസ് ഓടിച്ചിട്ട് പിടിക്കും. നീ അളക്കുന്ന പോലെ നിനക്ക് വളക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കാനുള്ള മനോഹരമായ ഒരവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ അവസരം നല്ലപോലെ വിനിയോഗിക്കാവുന്നതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ലാ ഇലാഹ സിന്ദാബാദ്.